ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രൈഡ് പനീർ മൊമോസാണ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ഒരു അടിപൊളി ചമ്മന്തി കൂടിയുണ്ട്. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ, ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ, അതേപോലെ തന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1/2 സ്പൂൺ ചിക്കൻ മസാലയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും കൂടിയാണ്. ഇനി നമുക്ക് ആവശ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 2 സ്പൂൺ അളവിൽ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റഫിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി അതിനോടൊപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരളവിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഒരുപാട് ലൂസോ ഒരുപാട് ടൈറ്റോ ഒന്നും അല്ലാണ്ട് ഒരു മീഡിയം ലെവലിൽ കുഴച്ചെടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. സ്റ്റഫിങ് വെച്ച് ഇതിനെല്ലാം തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മൊമോസ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും മടക്കിയെടുക്കാവുന്നതാണ്. പനീർ കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അവർ കഴിക്കും. അപ്പോൾ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. അതേപോലെ നമ്മുടെ കയ്യിൽ പനീർ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. ചിക്കനോ മുട്ടയോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സ്റ്റഫിങ്ങിന് ഓക്കെയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ഉണക്കമുളകും 1 തക്കാളിയും മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ഒരു തോലിൻ്റെ ഭാഗം നമ്മൾ റിമൂവ് ചെയ്ത ശേഷമാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊരു പീസ് ഇഞ്ചിയും 3 പല്ല് വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടിപൊളി മൊമോസിനുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മൊമോസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചതിന് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. താങ്ക്